ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഒരു മാസത്തോളം ഉസ്ബെക്കിസ്ഥാനിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പഠിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ 3 യൂണിവേഴ്സിറ്റികളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഉസ്ബെക്കിസ്ഥാനിലെ ടോപ്പ് 3 യൂണിവേഴ്സിറ്റികളെ കുറിച്ച്. അപ്പോൾ നമുക്ക് ആ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നും അതിന്റെ മെറിറ്റ് എന്താണെന്നും ഡീമെറിറ്റ് എന്താണെന്നും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റിയുള്ള തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ ഒന്നാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ സിറ്റിയിലാണ് എന്നുള്ളതാണ്. അതായത് ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ തഷ്കന്താണ്. തഷ്കന്തിലാണ് ഈ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമി ഉള്ളത്. അതുകൊണ്ട് തന്നെ തഷ്കന്തിൽ ബെറ്റർ ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ ഓൾ ഓവർ ട്രാവൽ ചെയ്തതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഷ്കന്താണ് ഉസ്ബെക്കിസ്ഥാനിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി. ഇപ്പോൾ നമ്മൾ അബ്രോഡ് ഒരു രാജ്യത്ത് MBBS പഠിക്കാൻ വേണ്ടി പോകണം. ആ സമയത്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അബ്രോഡാണ് ഈ രീതിയിലൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോയൊരു ഫീല് നമുക്ക് കിട്ടില്ല. എന്നാൽ തഷ്കന്തിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഫീല് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. കണക്റ്റഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. നൈറ്റ് ഓൾമോസ്റ്റ് ഒരു 10 o'clock വരെയൊക്കെ തഷ്കന്ത് ആക്റ്റീവ് ആയിരിക്കും. അതേസമയത്ത് ബാക്കിയുള്ള സിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ കടകളും അടക്കും. പിന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് ഓഫ് ചെയ്ത് അവർ വീട്ടിലേക്ക് പോകും. അതായത് നമുക്കൊരു നൈറ്റ് ലൈഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 വർഷം പഠിക്കാനുള്ളതാണ് MBBS. ഈ 6 വർഷം ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ണായിക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് തഷ്കന്ത് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഞാൻ കണ്ട ബെനിഫിറ്റുകൾ. ഇനി ഇതിനേക്കാളും വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് തഷ്കന്തിലാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ക്ലിനിക്കുകളുണ്ട്. അതേപോലെ തന്നെ ക്ലിനിക്കിൽ കൂടുതൽ പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പ്ലോഷർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തെ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് ക്യാപിറ്റൽ സിറ്റിയിലാണെങ്കിൽ പോലും ഒരു 3400 USD ആണ് ഫീസ് ഉള്ളൂ. എന്നാൽ ആ യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പുതിയതായിരുന്നു. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള ബാക്കിയുള്ള പല യൂണിവേഴ്സിറ്റികൾക്കും പുതിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ക്യാപിറ്റൽ ആയിക്കൊണ്ട് ഇത്രയും ഫീസ് കുറഞ്ഞതിൽ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് എനിക്ക് തഷ്കന്തിലാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ് അടുത്തൊരു ബെനിഫിറ്റ്. ഇനിയിപ്പോൾ തഷ്കന്തിന്റെ ഡീമെറിറ്റ് നോക്കുന്ന സമയത്ത് മറ്റ് സിറ്റികളെ കമ്പയർ ചെയ്ത സമയത്ത് തഷ്കന്ത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് സാധനങ്ങൾക്കൊക്കെ വലിയൊരു ചേഞ്ച് ഇല്ലെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോയി നിൽക്കുന്ന സമയത്ത് ഒരു എക്സ്പെൻസിൽ ചെറിയൊരു മാറ്റം വരില്ലേ, അതുപോലെ കുറച്ചൊരു എക്സ്പെൻസ് ചേഞ്ച് ഉണ്ട് തഷ്കന്തിൽ. രണ്ടാമത്തെ തഷ്കന്ത് യൂണിവേഴ്സിറ്റിയുടെ ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഹോസ്റ്റലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് തഷ്കന്തിന്റെ ഹോസ്റ്റൽ അത്രമാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് കമ്പാരിറ്റീവ്ലി തഷ്കന്തിന്റെ ഹോസ്റ്റൽ അത്രമാത്രം ഒരു ഡെവലപ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന ഹോസ്റ്റലും തഷ്കന്തിന്റെ ഹോസ്റ്റലും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് തഷ്കന്തിന്റെ ഹോസ്റ്റൽ വളരെ ബെറ്റർ ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് തഷ്കന്തിന്റെ ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ പല മെട്രിക്സുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിൽ ഓൾമോസ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എനിക്ക് തഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയാണ് തോന്നിയിട്ടുള്ളത്. അടുത്ത എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ എനിക്ക് സമർഗന്ദ് തോന്നിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമർഗന്ദിൽ ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡുള്ള എഡ്യൂക്കേഷൻ്റെ രീതി നമ്മൾ ഇന്ത്യ വെച്ച് നോക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ്റെ രീതി എങ്ങനെയാണ്, ടീച്ചർ വരും, ക്ലാസ് എടുക്കും, നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കും, ചിലപ്പോൾ ഹോംവർക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തു വരും, പിറ്റേന്നും ഇതേപോലെ തന്നെ പോകും, പരീക്ഷ അടുപ്പിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കും, എന്നിട്ടെന്ന് വെച്ചാൽ പരീക്ഷ എഴുതി പാസ്സാവും, ഇങ്ങനെയല്ലേ. എന്നാൽ അബ്രോഡ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് നാളെ ക്ലാസ് എടുക്കാനുള്ള കാര്യം അവർ ഇന്ന് തന്നെ പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ നാളെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആ സാധനം പഠിച്ചിട്ട് വേണം വരാൻ. അപ്പോൾ പഠിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവർ തരുമെങ്കിലും നമ്മൾ ഓരോ ദിവസവും പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ ക്ലാസ് എടുക്കല്ല ചെയ്യുക, നമ്മൾ വേണം ആ പഠിച്ച കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഓരോ സ്റ്റുഡൻസും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനോട് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ചോദിക്കാം. അതിനുശേഷം ടീച്ചർ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനോ വരക്കാനോ ഉണ്ടെങ്കിൽ ആ വരപ്പിക്കും. എന്നിട്ട് നെക്സ്റ്റ് ദിവസത്തേക്കുള്ള ടോപ്പിക്ക് തന്നിട്ടാണ് നമ്മൾ ക്ലാസ് പിരിയുക. ചില സമയത്ത് ടോപ്പിക്കുകൾ വാട്സപ്പിലോ ടെലഗ്രാമിലോ അയച്ചു തരികയും ചെയ്യും. അതായത് ഇവിടെ സെൽഫ് ലേണിംഗിനാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു പോയൊരു രീതിയിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതൊന്ന് അഡോപ്റ്റ് ചെയ്ത് വരാൻ. അപ്പോൾ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ ബോർഡിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതി ക്ലാസ് എടുക്കുന്ന രീതിയിൽ അവർ ക്ലാസ് കൊണ്ടുപോകും. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിട്ട് തോന്നും. എന്നാൽ എൻ്റെ ഒപ്പീനിയനിൽ സെൽഫ് ലേണിംഗ് ആണ് ഏറ്റവും ബെറ്റർ. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചു വന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പോൾ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് സമർഗന്ദിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മെറിറ്റ്.
ഇനി സമർഖന്ദിന്റെ ഡീമെറിറ്റ് നോക്കുന്ന സമയത്ത് തഷ്കന്ത് സിറ്റിയിൽ നിന്നും ഓൾമോസ്റ്റ് 8 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സമർഖന്ദിലേക്ക്. അപ്പോൾ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് തഷ്കന്തിലേക്കാണ് വരിക. തഷ്കന്തിൽ നിന്ന് പിന്നെ ട്രെയിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ബസ്സിലൊക്കെയാണ് സമർഖന്ദിലേക്ക് പോകുക. അപ്പോൾ സമർഖന്ത് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെയാണ്. പക്ഷെ തഷ്കന്ത് പോലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു നൈറ്റ് ഒരു 7 മണിയാകുമ്പോഴത്തേക്കുള്ള കംപ്ലീറ്റ് ക്ലോസ് ആകുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ഇത്രയും മാറി നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു ആക്സസിബിലിറ്റിയുടെ ഒരു പ്രോബ്ലം എനിക്ക് സമർഖന്ദിൽ തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ ഞാൻ സമർഖന്ത് കണ്ടേക്കുന്ന ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡീമെറിറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡീമെറിറ്റ് ആണ്. ചില സ്റ്റുഡൻസിന് ആ പ്രഷറിൽ പഠിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും അവിടെ പ്രഷർ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ കണ്ടതിൻ്റെ ബേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സമർഖന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് സമർഖന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇതല്ലാതെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പറ്റിയ അടുത്തൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൻഡിജാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആൻഡിജാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ശരിക്കും തഷ്കന്തിലല്ല, ആൻഡിജാൻ എന്ന് പറഞ്ഞുള്ള ഒരു സിറ്റിയിലാണ്. ആൻഡിജാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഒരു മെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊന്നും മലയാളി സ്റ്റുഡൻസ് ഇല്ല എന്നല്ല, പക്ഷേ ആൻഡിജാൻ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടാമതായി ആൻഡിജാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഹോസ്റ്റലാണ്. ആൻഡിജാന്റെ ഹോസ്റ്റലിൽ ഗേൾസും ബോയ്സും ഒക്കെ ഒരേ ബിൽഡിംഗ് തന്നെയാണ്, പക്ഷേ ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. അതായത് ബോയ്സിന് ഒരു ഫ്ലോറും ഗേൾസിന് വേറൊരു ഫ്ലോറും എന്നുള്ള രീതിയിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഞാൻ ആൻഡിജാനിൽ പോയ സമയത്ത് അവിടെ ഹോസ്റ്റലിൽ വേറൊരു ഹോസ്റ്റലിന്റെ പണി നടക്കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോയ്സിന് മൊത്തം അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ബിൽഡിംഗ് ആക്കുമെന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ ഞാൻ ഹോസ്റ്റലിൽ കണ്ട ബെനിഫിറ്റ്, അവിടെ ഹോസ്റ്റലിൽ ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒറ്റ യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടത് ആൻഡിജാൻ മാത്രമാണ്. അതുപോലെ അവിടെ ഹോസ്റ്റലിലുള്ള ഫുഡ്, ചില ഫുഡുകൾ ഉസ്ബെക്കി ഫുഡ് ഉണ്ടായിരുന്നു, ചില ഫുഡുകൾ ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ ഷെഫ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയ സമയത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടും ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ മെനു കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും ഹോസ്റ്റലാണ് എനിക്ക് ആൻഡിജാനിൽ ഒരു മെറിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ആൻഡിജാൻ യൂണിവേഴ്സിറ്റിയുടെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡിജാൻ യൂണിവേഴ്സിറ്റി ഉള്ളത് ആൻഡിജാൻ സിറ്റിയിലാണ്. ആൻഡിജാൻ സിറ്റി എന്ന് പറഞ്ഞാൽ തഷ്കന്ത് ഓൾമോസ്റ്റ് ഒരു 4.5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. ഞാൻ പോയത് ഒരു വിന്റർ സീസണിലായതുകൊണ്ട് തന്നെ ഒരു മഞ്ഞുമലൊക്കെ കയറിയിട്ടായിരുന്നു ഞാൻ അതിൻ്റെ മുകളിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഒരു ആക്സസിബിലിറ്റി പ്രോബ്ലം ആൻഡിജാനിൽ ഉണ്ടായിരുന്നു. കാര്യം തഷ്കന്ത് നമ്മൾ ടാക്സിയിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആയിരിക്കും അങ്ങോട്ടേക്ക് പോവാം. അവിടെ എത്തിക്കഴിഞ്ഞാലും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് എനിക്ക് ആൻഡിജാൻ തോന്നിയില്ല. ആൻഡിജാൻ ഒരു നോർമൽ സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ തഷ്കന്തിൻ്റെ അത്രയും ആക്സസിബിലിറ്റി അവിടെ ഇല്ല. അതാണ് എനിക്ക് ആൻഡിജാനിൽ തോന്നിയ ഒന്നാമത്തെ ഡീമെറിറ്റ്. ഇനി ആൻഡിജാൻ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡീമെറിറ്റ് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ആൻഡിജാനിലെ ടീച്ചേഴ്സൊക്കെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഈ വർഷം കുറേ ടീച്ചേഴ്സൊക്കെ മെറ്റേണിറ്റി ലീവിന് പോയി, കുറേ ടീച്ചേഴ്സൊക്കെ ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. അതുകൊണ്ട് ഈ വർഷം മുഴുവൻ പുതിയ ടീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആൻഡിജാൻ യൂണിവേഴ്സിറ്റി ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യം മനസ്സിലാക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയാണ് എനിക്ക് ആൻഡിജാൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഡീമെറിറ്റുകളാണ് ആൻഡിജാനിൽ ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. എന്നാലും ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ആൻഡിജാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ 3 യൂണിവേഴ്സിറ്റികളാണ് ഉസ്ബെക്കിസ്ഥാനിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഇതിൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റികളുടെ മെയിനായിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ മെറിറ്റ്സും എല്ലാവർക്കും മെറിറ്റ് ആവണമെന്നില്ല, എല്ലാ ഡീമെറിറ്റും എല്ലാവർക്കും ഡീമെറിറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോന്നും വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെറിറ്റുകളും ഡീമെറിറ്റുകളൊന്നും അല്ലാതെ ഈ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ വേറെയും മെറിറ്റും ഡീമെറിറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നിങ്ങളുടെ ഗോളിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സമയവും നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അറിയാനും അതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് അറിയാനും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് അറിയാനൊക്കെ നിങ്ങൾക്ക് ഫോറിൻ ഡിഗ്രിനെ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അബ്രോഡ് MBBS നോക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയുള്ള ആളുകളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.